ഉള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടുകയില്ല. പിന്നെ മക്കളോട് കാശ് വാങ്ങിക്കാത്തതിന്റെ കാര്യം, മക്കളുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ സ്വന്തം പിതാവിനോട് കാണിക്കേണ്ട മര്യാദ മക്കൾ കാണിക്കണം. വന്നിരിക്കുന്നത് സ്വന്തം അച്ഛനാണെന്നുള്ള ബോധ്യമുണ്ടാവണം. അച്ഛനെ ഗവനിക്കാത്ത മക്കളുടെ കാശ് എനിക്ക് വേണ്ട. സത്യാമ്മേ, എനിക്ക് പറയേണ്ടത് പലിശയ്ക്കായിട്ട് ഞാനിപ്പോ ചോദിച്ച പണം സത്യാമ്മയ്ക്ക് തരാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ പറയണം, എനിക്ക് മറ്റു വഴികൾ നോക്കണം. ഒന്നും അറിയാതെ ജനിച്ചൊരു കുഞ്ഞിന്റെ തുടർ ചികിത്സയ്ക്ക് ഈ പണം കിട്ടിയേ പറ്റൂ. ഇവിടുന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഗോലക്ഷം പണം ഒപ്പിക്കും. അത് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയതും. അതുകൊണ്ടാ ഇവിടേക്ക് തന്നെ ആദ്യം വന്ന് കയറിയതും. ഇവിടെ വന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട്. അയ്യോ, പണം ഞാൻ തരാം. എത്ര രൂപയാ വേണ്ടത്? ഇപ്പോഴത്തെ അത്യാവശ്യത്തിന് ഒരു 80,000 രൂപ. ശരി. രാഘവനാരെ, പണം ഇന്ന് വരും നാളെ പോകും. പക്ഷേ നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് പരസ്പരമുള്ള ഇടപെടലുകൊണ്ടാണ്. ആ ഇടപെടലിന് കോട്ടം തട്ടുമ്പോഴാണ് പലപ്പോഴും ബന്ധങ്ങൾക്ക് ഉരച്ചിലുണ്ടാവുന്നത്. അച്ഛൻ, അമ്മ, മക്കൾ, ഇവർക്കിടയിൽ വിള്ളലുണ്ടാവുന്നത്. അങ്ങനെയൊരു വിള്ളൽ ആഴത്തിൽ എൻ്റെ മനസ്സിലും ഉണ്ടായിപ്പോയി. അതെനിക്ക് എൻ്റെ മകളിൽ നിന്നും ഏറ്റ അപമാനം കൊണ്ടാ. അതിനി അങ്ങനെ പെട്ടെന്ന് ഉണങ്ങാനൊന്നും പോകുന്നില്ല. പറഞ്ഞ തുക മുഴുവനുണ്ട്. വലിയൊരു സഹായമാ സത്യാമ്മ ചെയ്തു തന്നിരിക്കുന്നത്. എന്റെ ശരീരത്തിലെ ജീവനുള്ളിടത്തോളം കാലം ഞാനിത് മറക്കില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. അയ്യോ, ചേച്ചി, ഞാൻ വിളിച്ചതേ എനിക്ക് മനസ്സിലായി മോളെ. ശാരദാമ്മയുടെ ചിട്ടിപ്പണത്തിന്റെ കാര്യത്തിനല്ലേ? ഞാനത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഉപകാരം ചേച്ചി. ഹോസ്പിറ്റലിലെ പണം അടയ്ക്കാത്തതിന്റെ വഴക്കെ ഇവിടെ നടക്കുന്നത്. ദാ മോളെ, കയ്യില് പണം വരാതെ നമ്മളെന്ത് ചെയ്യാനാ? ഇത് 1,00,000 രൂപ തികച്ചുണ്ട് മോളെ. എന്നാ ചേച്ചി പൊക്കോ. ശരി, ഞാനേ ഇതെങ്ങനെങ്കിലും കൊടുത്തൊന്ന് സോൾവ് ചെയ്യട്ടെ. ശരി. അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി. എന്താ, എന്ത് പറ്റി? വല്ലതും എടുക്കാനുണ്ടോ? അല്ല, ഗുളികയോ? ഇതെന്തിനാ ഗുളിക? അല്ല, തനിക്ക് യാത്ര പറ്റില്ലല്ലോ. കൂടുതൽ നേരം വണ്ടിയിലിരുന്ന ഛർദിക്കില്ലേ? ഏയ്, അതൊക്കെ എന്റെ ചെറുപ്പത്തിലെ കാര്യല്ലേ. അതൊക്കെ മാറി. ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും തുണിയെടുക്കാനായിട്ട് മധുരയിലേക്ക് പോകുന്ന ആളല്ലേ ശിവ. ആ, ഞാൻ ആ പഴയ ഓർമ്മ വെച്ച് വാങ്ങിച്ചതാ. ആ, എന്നാ വെച്ചോ വെച്ചോ. അത് പഴയ ഓർമ്മയെന്ന് പറയുമ്പോ എന്തു പറ്റി? അല്ല,
ഇല്ല ഒന്നുമില്ല. ഹേയ് അതല്ല, എന്നോട് എന്തോ ചോദിക്കണമെന്നുണ്ടല്ലോ. ഒന്നിച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോ നമ്മക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും പോവാന്നേ. അതല്ല, എനിക്ക് യാത്ര ചെയ്യുമ്പോ നേരത്തെ ഛർദിലിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതാ. പക്ഷെ അതിപ്പോഴൊന്നുമല്ല, ചെറുപ്പത്തിലാ. അതിപ്പോ എങ്ങനെ ശിവന് മനസ്സിലായെന്നാ? ആ എനിക്കങ്ങനെ തോന്നി. അതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയാ. എന്തായാലും ഒരു ധൈര്യത്തിന് മരുന്ന് കയ്യിരിക്കുന്നത് നല്ലതാ. ഹൃദയം മാറ്റിവെച്ച വിഷ്ണുവിന് അറിയുന്ന കാര്യങ്ങളൊക്കെ ശിവനും അറിയാൻ പറ്റുമോ? അല്ലാതെ പിന്നെ എങ്ങനെയാ എന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇവൻ അറിയാൻ പറ്റുന്നത്? ഇനി വിഷ്ണുവിന്റെ ആത്മാവെങ്ങാനും ഇവന്റെ കൂടെ ഉണ്ടോ? ശ്ശേ, ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത്. ആത്മാവ്, പ്രേതം, അതും ഈ പട്ടാ പകല് കിറക്ക് തന്നെ. എന്തോ കാര്യമായിട്ട് ആലോചിക്കാൻ തോന്നുന്നു. അതെ. ആ ആലോചിച്ചത് എന്നെ കുറിച്ചല്ലേ? അതെങ്ങനെ മനസ്സിലായി? ചുമ്മാതൊന്ന് എറിഞ്ഞു നോക്കിയതാടോ, അതങ്ങ് കൊള്ളുകയും ചെയ്തു. അതൊന്നുമില്ല, ശിവനിൽ എന്തോ പ്രത്യേകതയുണ്ട്. അതുമല്ല, ഈ യാത്രയ്ക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേകത. മരണ സർട്ടിഫിക്കറ്റ് ആരുടെയാണോ വാങ്ങിക്കാൻ പോകുന്നത്, അയാളുടെ മരിക്കാത്ത ഹൃദയം ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇയാൾ അറിയുന്നില്ലല്ലോ.